ഹായ് ഹലോ നമസ്കാരം. എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നീറ്റ് 2025 പരീക്ഷയുടെ റിസൾട്ട് പ്രഖ്യാപിക്കുവാൻ പോവുകയാണെന്ന വിവരം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ഈ ഒരു ആഴ്ചക്കകത്ത് ഏകദേശം ജൂൺ 14 ഡേറ്റിലാണ് ഈ ഒരു നീറ്റിന്റെ റിസൾട്ട് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ വിദ്യാർത്ഥികൾക്ക് ഈ റിസൾട്ട് വന്നതിന് ശേഷമായിരിക്കും ഓരോരോ കോളേജുകളിലെ അലോട്ട്മെന്റും കാര്യങ്ങളും എല്ലാം വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു അലോട്ട്മെന്റിലേക്ക് പോകുമ്പോൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഇനി വയ്ക്കുന്ന കോളേജിലെ ഓപ്ഷൻസ്, അത് കഴിഞ്ഞ് ഫസ്റ്റ് അലോട്ട്മെന്റ്, സെക്കൻഡ് അലോട്ട്മെന്റ്, നിങ്ങളുടെ കോളേജ് പ്രവേശനം തുടങ്ങിയ ഇനി അങ്ങോട്ടുള്ള സ്റ്റെപ്പുകളിലേക്ക് എന്തെല്ലാം ഡോക്യുമെന്റ്സ് നിങ്ങളുടെ കൈകളിൽ ഉണ്ടാകണം എന്നൊരു കാര്യം കൃത്യമായി അറിഞ്ഞിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് അത് ആ ഒരു മൊമെന്റിൽ ഹെൽപ്ഫുൾ ആയിട്ട് മാറുള്ളൂ. നമ്മൾ ആ ഒരു സമയത്ത് എടുക്കണമെന്ന് വിചാരിച്ചാൽ കിട്ടാത്ത പല വിധത്തിലുള്ള ഡോക്യുമെന്റ്സും നമുക്കുണ്ടാവും. അപ്പോൾ അതിന്റെ ആപ്ലിക്കേഷൻസ് നിങ്ങൾ നേരത്തെ കൊടുത്തു വച്ചിരുന്നാൽ നമുക്ക് ആ റിസൾട്ട് വന്നതിന് ശേഷമുള്ള പ്രോസസ്സുകളിൽ അത് ഹെൽപ്ഫുൾ ആവും. ആ ഒരു കാര്യങ്ങൾ എന്തെല്ലാം രേഖകളാണ് നിങ്ങളുടെ കൈകളിൽ വേണ്ടത് എന്ന കൃത്യമായ ഒരു കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ഈ ഒരു വീഡിയോ ലൈക്ക് കൂടി ചെയ്തതിനു ശേഷം കാണുവാൻ ശ്രമിക്കുക. ഫസ്റ്റ് നമുക്ക് വേണ്ടത്, ഈ ഒരു അലോട്ട്മെന്റ് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ കൈകളിലേക്ക് ഒരു പ്രൊവിഷണൽ അലോട്ട്മെന്റ് ലെറ്റർ വരും. നിങ്ങൾക്ക് ഏത് കോളേജുകളാണോ അഡ്മിഷൻ കിട്ടുന്നത്, ഇപ്പോൾ ടെമ്പററി ആയാലും പെർമനന്റ് ആയാലും, നിങ്ങൾക്ക് ഫസ്റ്റ് കിട്ടുന്ന കോളേജുകളിലേക്കുള്ള പ്രൊവിഷണൽ അലോട്ട്മെന്റ് ലെറ്റർ നിങ്ങൾ പ്രിന്റ് ഔട്ട് എടുത്ത് കയ്യിൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ നിങ്ങളുടെ 2025 നീറ്റ് എക്സാമിന്റെ അഡ്മിറ്റ് കാർഡ്, നിങ്ങൾ പരീക്ഷ എഴുതുവാനായിട്ട് കൊണ്ടുപോയ ആ ഒരു അഡ്മിറ്റ് കാർഡിന്റെ ഫോട്ടോ കോപ്പിയോ ഒറിജിനലോ നിങ്ങളുടെ പക്കൽ ഉണ്ടായിരിക്കണം. പിന്നെ ഇനി വരാൻ പോകുന്ന റിസൾട്ടിന്റെ നിങ്ങളുടെ സ്കോർ കാർഡ്, ഓരോ വിഷയത്തിലും എത്രയാണെന്ന രീതിയിലുള്ള നിങ്ങളുടെ സ്കോർ കാർഡ് ആ റിസൾട്ട് വന്നതിന് ശേഷം നിങ്ങൾക്ക് സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതാണ് മൂന്നാമതായി പറയാനുള്ള ഒരു കാര്യം. പിന്നെ വേണ്ട നിങ്ങളുടെ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ്, അത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിന്റെ പ്രൂഫായിട്ട് മാത്രം ഉപയോഗിക്കാൻ വേണ്ടിയാണ്. പിന്നെ നിങ്ങളുടെ +2 മാർക്ക് ഷീറ്റിന്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് തന്നെ അവിടെ ഹാജരാക്കേണ്ടി വരും. പിന്നെ മെയിൻലി വേണ്ടത് ഒരു വാലിഡ് ആയിട്ടുള്ള ഫോട്ടോ ID, അത് ആധാർ കാർഡ് ആവാം, പാൻ കാർഡ് ആവാം, പാസ്പോർട്ട് ആവാം, ഏതെങ്കിലും വാലിഡ് ആയിട്ടുള്ള ഒരു ഫോട്ടോ ID നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. പിന്നെ നിങ്ങൾക്ക് വേണ്ടത് പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് ആണ്. അത് ഏകദേശം 6 എണ്ണത്തോളം നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അത് ഓൾറെഡി നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ കൊടുത്ത ആ ഒരു ഫോട്ടോ തന്നെ കയ്യിൽ വെച്ചിരുന്നാൽ നിങ്ങൾക്ക് തന്നെ ഉപകാരപ്പെടും. അത്തരത്തിലുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് നിങ്ങൾക്ക് വേണം. പിന്നെ നിങ്ങളുടെ +2 പാസ്സായ സ്കൂളിൽ നിന്ന് കിട്ടിയ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റും കോൺടാക്ട് സർട്ടിഫിക്കറ്റ്, TCയും CCയും നിങ്ങളുടെ പക്കൽ ഒറിജിനൽ രേഖകൾ തന്നെ ഉണ്ടാവണം. പിന്നെ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്, അത് ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക് പഠിക്കുവാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രം ബാധകമായിട്ടുള്ള കാര്യമായിരിക്കും മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്. പിന്നെ പ്രധാനമായിട്ട് പറയുന്ന ഗ്യാപ്പ് സർട്ടിഫിക്കറ്റ്, നിങ്ങളിപ്പോൾ റിപ്പീറ്ററോ റിപ്പീറ്ററോ ആണെങ്കിൽ നിങ്ങൾ +2 കഴിഞ്ഞ് 1-2 കൊല്ലം ഗ്യാപ്പ് എടുത്തതിന് ശേഷമായിരിക്കും പുതിയ കോളേജുകളിലേക്ക് ചേരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ ഗ്യാപ്പ് സൂചിപ്പിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾ പഠിച്ച സ്കൂളുകളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വാങ്ങുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും രേഖകൾ, ഇതിന്റെ കൂടെ നമ്മുടെ കാസ്റ്റ് സൂചിപ്പിക്കുന്ന EWS സർട്ടിഫിക്കറ്റ് ഒക്കെ വരുന്നുണ്ട്. നിങ്ങൾ റിസർവേഷൻ കാറ്റഗറി ആണെങ്കിൽ അത് സൂചിപ്പിക്കാനുള്ള കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, പിന്നെ എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ആൾക്കാണെങ്കിൽ നോൺ ക്രിമി ലെയർ സർട്ടിഫിക്കറ്റ്. ഈ നോൺ ക്രിമി ലെയർ സർട്ടിഫിക്കറ്റ് ഒക്കെ നിങ്ങൾ ഒരാഴ്ചയ്ക്ക് മുമ്പെങ്കിലും ആപ്ലിക്കേഷൻ കൊടുത്തിട്ടാൽ മാത്രമേ നമുക്ക് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും മറ്റും അത് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റൂ. അപ്പോൾ അതിന് അർഹതയുള്ള വിദ്യാർത്ഥികൾ ആ സർട്ടിഫിക്കറ്റിന്റെ കാര്യങ്ങളെല്ലാം ഇപ്പോഴേ നോക്കി വെക്കുക. ഏകദേശം ജൂൺ 14 തന്നെ, ആ ഒരു ഡേറ്റിൽ തന്നെ നമ്മുടെ റിസൾട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. അതിന് വന്നതിന് ശേഷം ബാക്കി അലോട്ട്മെന്റ്, കോളേജ് പ്രവേശനം തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ചാനലിലൂടെ സംസാരിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു ഉപകാരപ്രദമായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.